എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഈ നോയമ്പ് തുറ സമയത്തൊക്കെ തീർച്ചയായിട്ടും തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയും കൂടിയാണ്. നമ്മൾ മധുരമൊന്നും ചേർക്കാതെയാണ് ഇത് തയ്യാറാക്കി എടുത്തേക്കുന്നത്. വളരെയധികം ടേസ്റ്റിയാണ്. ഇത് നമുക്കൊരു ഡെസേർട്ടായിട്ടൊക്കെ സെർവ് ചെയ്യാവുന്നതാണ്. വളരെയധികം ആരോഗ്യ ഗുണമുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. നോയമ്പ് തുറ സമയത്തൊക്കെ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കഴിക്കേണ്ട റെസിപ്പിയും കൂടിയാണ്. ഈ ടേസ്റ്റി ആയിട്ടുള്ള നോയമ്പ് തുറ വിഭവം തയ്യാറാക്കുന്ന വിധം പെട്ടെന്നൊന്ന് കണ്ടിട്ട് വന്നാലോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നട്ട്സ് ആദ്യമേ തന്നെ ഒന്ന് റെഡിയാക്കി വെക്കണം. നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. ഇവിടെ ഞാൻ എടുത്തേക്കുന്ന എല്ലാ നട്ട്സും 3 ടേബിൾ സ്പൂൺ അളവിലാണ്. വാൾനട്ടും കാഷ്യൂവും അതുപോലെ ബദാമും പിസ്തയും കുറച്ച് പംകിൻ സീഡ്സുമാണ് എടുത്തേക്കുന്നത്. നമ്മൾ നട്ട്സൊക്കെ ചേർത്തിട്ടാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. വളരെ ഹെൽത്തിയാണ് ഈ ഒരു റെസിപ്പി. ഇതിലോട്ട് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നില്ല. അതിന് പകരം ഡേറ്റ്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 കപ്പ് അളവിൽ ഡേറ്റ്സ് നുറുക്കിയതാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ ശേഷം ചെറുതായിട്ട് നുറുക്കി എടുത്തിട്ടുണ്ട്. കാരണം നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് അലിഞ്ഞ് കിട്ടാനായിട്ട് ചെറുതായിട്ട് നുറുക്കിയും കൂടി എടുത്തിട്ടുണ്ട്. ഈ ഒരു ഡെസേർട്ടിൻ്റെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ബാർലിയാണ്. ബാർലി ഞാൻ കഴുകി വൃത്തിയാക്കി ഉണക്കി പൊടിച്ചെടുത്തിരിക്കുന്നതാണ്. മിക്സിയുടെ ജാറിലിട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തതാണ്. ഒരു 1/2 കപ്പ് അളവിൽ ബാർലിയുടെ പൊടി നമുക്ക് ആവശ്യമുണ്ട്. ഇനി നമുക്ക് 1 ലിറ്റർ അളവിൽ പാലും കൂടി ആവശ്യമുണ്ട്. പാല് നമ്മൾ ഏത് പാത്രത്തിലാണോ തയ്യാറാക്കിയെടുക്കുന്നത് ആ ഒരു പാനിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് ഭാഗം ഞാനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ബാർലി ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ചൂടായ പാലിലോട്ട് നമ്മൾ ഈ ബാർലിയുടെ പൊടി ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുത്താൽ കട്ട കെട്ടുന്ന പോലെയാകും. നമുക്ക് പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പാടാണ്. അതുകൊണ്ട് കുറച്ച് പാലിൽ ബാർലി ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ആദ്യം നമുക്ക് ഈ പാലൊന്ന് ചൂടാക്കി എടുക്കണം. പാലൊന്ന് ചൂടായിട്ട് വന്ന ശേഷം വേണം ബാർലി മിക്സ് ചെയ്ത ആ കൂട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ദഹനം മെച്ചപ്പെടുത്താനും ശരീരഭാരം കുറയ്ക്കാനും കൊളസ്ട്രോളും പ്രമേഹവും ഒക്കെ തടയാനായിട്ടും ഈ ബാർലി കഴിക്കുന്നത് വളരെ നല്ലതാണ്. പാല് ചെറുതായിട്ട് ചൂടായി വന്നപ്പോഴത്തേക്കിനും നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാർലിയുടെ കൂട്ടും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതോടൊപ്പം തന്നെ നമ്മൾ മധുരത്തിന് വേണ്ടിയിട്ട് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഡേറ്റ്സ് ആണല്ലോ. ഡേറ്റ്സ് നുറുക്കിയതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ല രീതിയിൽ ഇളക്കി ഇതൊന്ന് കുറുക്കിയെടുക്കേണ്ടതുണ്ട്. കൈവിടാതെ ഇളക്കി കൊടുക്കണം. ബാർലിയെല്ലാം നല്ല രീതിയിൽ വെന്ത് കിട്ടുകയും വേണം. അതോടൊപ്പം തന്നെ നമ്മൾ ഡേറ്റ്സ് ചെറുതായിട്ട് നുറുക്കിയിട്ടത് കൊണ്ട് ആ പാലിൽ അതങ്ങ് അലിഞ്ഞു വരികയും ചെയ്യും. വളരെ ടേസ്റ്റിയാണ് നമ്മൾ ഇതുപോലെ ബാർലി വെച്ചിട്ടൊരു ഡെസേർട്ട് തയ്യാറാക്കിയാൽ കഴിക്കാൻ. ബാർലി ഇട്ട് വെള്ളം തിളപ്പിച്ച് പതിവായിട്ട് കുടിക്കുന്നത് നമ്മുടെ കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും അതുപോലെ നമ്മുടെ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും വളരെയധികം സഹായിക്കുന്നതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ബാർലിയൊക്കെ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ. ഈ പുണ്യമാസത്തിൽ നോയമ്പൊക്കെ നോക്കുമ്പോൾ നമുക്ക് ചെറിയ ക്ഷീണമൊക്കെ അനുഭവപ്പെടുമല്ലോ. ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കഴിക്കുകയാണെങ്കിൽ ആ ക്ഷീണമൊക്കെ മാറും. അതുപോലെ തന്നെ നമുക്ക് അമിതമായിട്ട് മറ്റു ഫുഡുകളൊന്നും കഴിക്കാനായിട്ട് തോന്നുകയില്ല ഇതൊരു ബൗൾ കഴിച്ചാൽ. ഇനി ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം പട്ട ഞാൻ പൊടിച്ചെടുത്തതാണ്, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഞാൻ പട്ട ഒരു പീസ് നല്ലതുപോലെ ഇടിച്ചെടുത്തിട്ട് ആ ഒരു പൊടിയാണ് അരിപ്പയിലൂടെ ഇങ്ങനെ ഒന്ന് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നല്ല രീതിയിൽ കുറുകി കിട്ടിയിട്ടുണ്ട്. ബാർലി കൊണ്ട് തയ്യാറാക്കിയെടുക്കുന്ന രുചികരമായിട്ടുള്ള ഒരു തൽബിന റെസിപ്പിയാണ്. പുണ്യമാസത്തിൽ തീർച്ചയായിട്ടും തയ്യാറാക്കേണ്ട റെസിപ്പിയും കൂടിയാണ്. ഇതൊരു അറബിക് ഡെസേർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. മധുരമൊന്നും ഇല്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയും കൂടിയാണ് ഈ പങ്കുവച്ചതെന്ന്. ബാർലിയൊക്കെ വെന്ത് കിട്ടിയിട്ടുകൊണ്ട് നമ്മൾ ചേർത്ത് കൊടുത്ത ഡേറ്റ്സൊക്കെ നല്ല രീതിയിൽ തന്നെ അലിഞ്ഞ പാലിലോട്ട് ചേർന്നിട്ടുമുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമുക്ക് ചെറിയ ചൂടോടുകൂടി വേണമെങ്കിൽ സെർവ് ചെയ്യാം, അല്ലെങ്കിൽ തണുത്തിട്ട് കഴിക്കാനാണെങ്കിലും നല്ലത് തന്നെയാണ്. ഇതൊരു പാത്രത്തിലോട്ട് ഞാൻ മാറ്റുകയാണ്. നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്തിട്ട് കഴിക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ്. ഇതിൽ ധാരാളം നാരുകളൊക്കെ അടങ്ങിയത് കൊണ്ട് നമ്മൾ 1 കപ്പ് കഴിച്ചാൽ തന്നെ നമുക്ക് വയറ് നിറയും. ശരീരഭാരമൊക്കെ കുറയ്ക്കാനായിട്ട് വളരെയധികം നല്ലതാണ്. നമുക്ക് വയറ് നിറയുന്നത് കൊണ്ട് അധികമായിട്ട് നമുക്ക് ഫുഡൊന്നും കഴിക്കാനായിട്ട് പിന്നീട് തോന്നത്തില്ല. ഒരു ലേശം കഴിച്ചാൽ തന്നെ നമുക്ക് വയറ് നിറയും. അതുകൊണ്ട് ശരീരഭാരം ഒക്കെ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ബാർലിയൊക്കെ ഇതുപോലെ വേവിച്ച് കഴിച്ചാൽ വളരെ നല്ലതാണ്.
കുറച്ച് ഡേറ്റ്സ് നുറുക്കിയതും കൂടെ ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. വേറെ മധുരമൊന്നും നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നില്ല. ഈ ഡേറ്റ്സിൻ്റെ മധുരം മാത്രമേ ഈ ഒരു ഡെസേർട്ടിന് ഉണ്ടാകുകയുള്ളൂ. ഇതൊരു ഡെസേർട്ടായിട്ട് നമുക്ക് സെർവ് ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ചൂടോടുകൂടി, അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ട് ചൂടൊക്കെ ഒന്ന് ആറിയിട്ട് റൂം ടെമ്പറേച്ചറിലായ ശേഷവും സെർവ് ചെയ്യാം. വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി കൂട്ടാണ് ഇന്ന് കൂട്ടുകാരുമായിട്ട് പങ്കുവെച്ചത്. തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. നോയമ്പിൻ്റെ ക്ഷീണമൊക്കെ മാറാനായിട്ട് കൂട്ടുകാർക്ക് ഇത് വളരെയധികം പ്രയോജനം നൽകുന്ന ഒന്ന് തന്നെയാണ്. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും, ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകല്. അടുത്ത ദിവസം നല്ലൊരു റെസിപ്പി കൂട്ടുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.